എന്താ പണിയാ മക്കളെ? അയ്യോ അതൊന്നും നശിപ്പിച്ച് കളയല്ലേ, നമുക്ക് പുൽക്കൂട് എടുത്ത് വെക്കണ്ടേ? പുൽക്കൂട് വെക്കുന്നതിന് മുന്നേ നമുക്കൊരു പണിയുണ്ട്. പുൽക്കൂട് വെക്കുന്നതിന് മുന്നേ നമുക്കൊരു പണിയുണ്ട് കേട്ടോ. എന്താന്നറിയോ? കുരുമുളക് പറിക്കാൻ പോവാം. ബാ ബാ ഫെലിക്സേ, ഫെലിക്സേ എവിടെ പോവാ? പുൽക്കൂട് ഉണ്ടാക്കണ്ടേ നമുക്ക്? എടിയാ ഉണ്ണീശോയൊക്കെ എടുത്ത് വെയ്യടി. ആദ്യം കുരുമുളക് പറിച്ചിട്ട് നമുക്ക് ഉണ്ണീശോയെ വെക്കാം അല്ലേ? പെച്ച് കുരുമുളക് പറിക്കുന്ന കാണാം എങ്ങനെയാന്ന്. ബാ, ഏത് കുരുമുളകിന്റെ ആടാ? ഏതിന്റെ ആടാ പറിക്കുന്നത്? ഏത് കൊടിയുടെയാ പറിക്കുന്നത്? ചെറിയ ഇതാ അല്ലേ? അതാകുമ്പോ ഫെലിക്സിന് പറിക്കാൻ പാകാ. ആണോ? എങ്ങനെയാ പറിക്കുന്നതെന്ന് കാണിച്ചാ നോക്കട്ടെ നോക്കട്ടെ എങ്ങനെ കറക്റ്റ് ഉള്ളി. നഖം നീട്ടി വെച്ചിരിക്കല്ലേ നീ? ഇത് പറിക്കാൻ അപ്പൂസ് അങ്ങനെ പറിക്കല്ലേ അങ്കി. അങ്ങനെ ഓരോന്നോരോന്നല്ല പറിക്കേണ്ടത്. പറിക്ക്. ഇതൊക്കെ എത്തുമോ നിനക്ക്? മേടി പഴുത്ത് നിൽക്കുന്നത് ഇത് കണ്ട? പഴുത്ത് നിൽക്കുന്നത് ഇല പറിക്കില്ല കേട്ടാ. അപ്പൂസ് പറിച്ച് കാണിച്ചു തരും അമ്മയ്ക്ക്. അപ്പൂസ് പറിച്ച് കാണിച്ചേ. അയ്യോ എറിഞ്ഞ് പറിച്ചിട്ട് എറിഞ്ഞവനെ. അയ്യോ ചാറമ്മ കുരുമുളക് പറിച്ചാ? നല്ല ബോൾഡ് കുരുമുളക്. ഒരെണ്ണം പോലും മണികൾ പൊഴിഞ്ഞിട്ടില്ല. ശരിയാണല്ലോ. ഇത് ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്. കണ്ടോ? ഇതാണ് ചോലമുണ്ട ഇനം. ഇത് ചോലമുണ്ടയാ? ചോലമുണ്ട. ഇപ്പൊ ഞാൻ പറിച്ചപ്പോ 2 മണി താഴെ. നന്നായി നന്നായി. മുളക് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ താഴെ പോകും. അങ്കിയും അപ്പൂസും കൂടെ കുരുമുളക് എല്ലാം തീർക്കും. ഇപ്പൊ അപ്പൂസിന് എത്തുന്നില്ല. നന്നായി. ഇങ്ങനെയുള്ള അവധിയല്ലേ, അവധിക്ക് വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നതിൽ നല്ലത് ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്യുന്ന കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുൽക്കൂട് വെക്കണം ഏ? പുൽക്കൂട് വെക്കാൻ നമ്മൾ കുരുമുളക് പറമ്പിൽ പോയിട്ട് നമുക്ക് പറിക്കണ്ടേ? എന്ത് സിനോ ചേട്ടാ? കുരുമുളക് പറമ്പിൽ കൊണ്ടുപോയിട്ട് മറ്റേത് പറിച്ചു തരാൻ വരുമോ? എനിക്ക് തന്നെ പോവാൻ പേടിയാ. മുളക് പറിക്കാണോ? എന്തോരം എടാ കാണിച്ചു നോക്കട്ടെ. പഴുത്ത് തുടങ്ങിയത് മാത്രം അല്ലേ? ഫെലിക്സേ ആ കുരുമുളക് നീ എടുത്തോട്ടോ. നിനക്ക് ഫുട്ബോൾ മേടിക്കാം അത് വിറ്റിട്ട്. നിനക്ക് ഫുട്ബോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അയ്യടാ അപ്പൂശ കുമ്പളക് വെച്ചാ? ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ആള് വരെ കുരുമുളക് പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട് ഇറങ്ങാന്. അവനെ പറമ്പിൽ കൂടെ കൊണ്ടുവന്നില്ല. അവന് മെതിക്കുമ്പോ അവനും വരും. നന്നായിട്ടുണ്ട്. സൂപ്പർ. വാഴയൊന്നും കൊലയില്ല അല്ലേ? വാഴ ഒരു കൊല ഇതേ അവിടെ ആ വാഴയിലുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ പോയി. ഇനി അടുത്ത് കേട്ടോ, അതും കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ ഒരു ഒരെണ്ണത്തിലേ പഴുത്തിട്ടുള്ളൂ. 25 വർഷത്തിന് മുകളിൽ പ്രായമുള്ള കൊടിയാണ്. ആണോ? 25 വർഷത്തിന് മേലെ പ്രായമുണ്ട്. ഇതുണ്ടല്ലോ ഈ ബോൾട്ട് എന്ന് പറയുന്നത് എന്താ സിനോ ചേട്ടാ? ബോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡോ എന്താ? അതായത് നമ്മള് ഇതിന്ന് ഈ മണികളൊന്നും പൊഴിഞ്ഞും പോകാൻ പാടില്ല. നല്ല ഈ ഭംഗിക്ക് കുരുമുളക് നിൽക്കണം. സാധാരണ തിരിയിലൊന്നും മണികൾ അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞു പോകും. പൊഴിയാതെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുരുമുളക്. ബോൾഡ് എന്നാണോ ബോൾട്ട് എന്നാണോ? നമ്മള് ബോൾ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇത് കണ്ടല്ലേ? ഇതൊക്കെ പഴുത്ത് ഇങ്ങനെ ഇരിക്കണം. അതിന് ഒരു മണി അടന്നു പോകാൻ പാടില്ല. കുരുമുളക് ഇരിക്കണം. അതില് പൊള്ളുവണ്ടോ അങ്ങനെയുള്ള ഒന്നും വരാനും പാടില്ല. നല്ല തിക്കായിട്ട് കുരുമുളക് നിൽക്കണം. അതിനാണ് ഈ ബോൾഡ് കുരുമുളക് ഉള്ളത്. ഉണങ്ങി കഴിഞ്ഞാൽ തൂക്കം കൂടുതലായിരിക്കുമോ? കൂടുതലായിരിക്കുമോ?
അപ്പൂസ് താടാ എടാ ഇത് മൂക്കത്ത് പറിക്കല്ലേ ഇവിടെ ബാ ഇനി പോയേക്കാം. നടക്കാം. ബാ ഇനി പുൽക്കൂട് ബാ. ആ ഇതുണ്ടല്ലോ, ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് ഉണങ്ങും? ഇന്ന് നമ്മള് മെതിച്ചിട്ട് കഴിഞ്ഞാല് ഇന്നിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ 3 ദിവസം. 3 ദിവസം കൊണ്ടാ? അല്ലെങ്കിൽ 3.5 to 4. കിലോയ്ക്ക് എത്ര രൂപ ഇപ്പം? ഇപ്പൊ വന്നിട്ട് മാർക്കറ്റ് വില 650 രൂപയുടെ അടുത്തുണ്ട്. ആണോ? നമ്മൾ ചില്ലറൊക്കെ വിൽക്കുമ്പോ 700 രൂപയ്ക്കൊക്കെ വിൽക്കാം. ആണോ? നമ്മൾ ആരെങ്കിലും ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കില്ലേ? ഓ ജനുവരി ഒക്കെ ആവണം ഇപ്പൊ. അപ്പൊ ഇത് കാണുന്ന ആർക്കെങ്കിലും കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്ന കേട്ടോ. അതാക്കി വേണ്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ? ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും. ആ പറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, ഞങ്ങളിവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുൽക്കൂട് ഒന്ന് പുറത്തെടുത്ത് വെച്ചത്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ ഒറിജിനൽ ഉണ്ണീശോ കയറിയിരുന്നു. നോക്കടാ, അപ്പൂസ് കുടുങ്ങിയാടാ. ഇങ്ങനെ ഞങ്ങൾ എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കും നിങ്ങൾ പറ ഗൈസ്. ഉണ്ണീശ ഉണ്ടായി, നമുക്ക് നേരത്തെ ഉണ്ണീശ ഉണ്ടായി. ഇത് ശരിക്കും പുൽക്കൂട് ഉണ്ടാക്കി എവിടെ ഇരിക്കുവോ? വെറുതെ പണിയെടുക്കുന്നതാണോ? അങ്കി അമ്മ ഇറക്കാം. രണ്ടുപേരും കൂടെ കേറല്ലേ, പിന്നെ അത് വെട്ടിപ്പൊളിക്കേണ്ടി വരും. മാറ്. സാറാമ്മേ, ഞങ്ങളുടെ ഇവിടെ നേരത്തെ ഉണ്ണീശോ പറഞ്ഞു. ക്രിസ്മസ് ആയി ഞങ്ങൾക്ക്. ഇത് ഞങ്ങൾക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ തരുവോ? നമുക്ക് ശരിക്കുള്ള ഉണ്ണീശോയെ മാതാവിനെ ഒക്കെ വെക്കണ്ടേ? ഒന്ന് തരാവോ? ജോക്കുനെ പുല്ല് വെച്ചോ? പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാ? ഇപ്പഴല്ല പെച്ചേട്ടനെ, നോക്ക് മാറിക്ക്. ഇതാരാ പറിച്ചുകൊണ്ടുവന്ന് വെച്ചത്? ഇത് പറമ്പിന്ന് പറിച്ചു വന്ന പുല്ലാണ് കേട്ടോ. ഞാനിത് പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ അവര് എപ്പോഴേക്കും അവർക്ക് ധൃതിയായി, ഇപ്പൊ വെക്കണമെന്ന്. അപ്പൊ എന്നാ ജസ്റ്റ് അവരുടെ ഇഷ്ടം പോലെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അവര് പുല്ലൊക്കെ പറിച്ചുകൊണ്ടുവന്ന് ചേട്ടനും അനിയത്തിമാരും കൂടെ കൂടി ചെയ്തതാണ്. ബാക്കി ചെറുതുങ്ങളെ ഇങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതെല്ലാം അവര് നശിപ്പിക്കും. അവര് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് തെങ്ങിന്റെ ഓല പറിച്ചിട്ട് അതിന്റെ മേളിൽ വെക്കാം കേട്ടോ. അയ്യോ അപ്പുക്കുട്ടൻ, തെങ്ങിന്റെ ഓല പറിച്ചിട്ട് നമുക്ക് അതിന്റെ മേളിൽ വെക്കാം അല്ലേ? ചേട്ടൻ തെങ്ങോല പറിച്ചിട്ട് വരട്ടെ കേട്ടോ. ഉണ്ണീശോ ഇതൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെയല്ല, നമുക്ക് ഇതിലൊരു ടീപ്പോയുടെ മേളിൽ കയറ്റി വെക്കണം. ഇത് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ കയറ്റി വെക്കാൻ കേട്ടോ. എന്നിട്ട് ട്രീ വെക്കണം അല്ലേ സാറാ മോളെ? ഇനിയിപ്പോൾ നിങ്ങൾ ഉള്ളിൽ വാ, പച്ചേട്ടൻ അതും കൊണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. ഇവിടെ വന്നിട്ട് തന്നാൽ മതിയോ? അമ്മ ഭക്ഷണം എടുത്തിട്ട് വരട്ടെ. ഓല പറിച്ചിട്ട് വന്നോ? വളരെ ചെറിയൊരു പുൽക്കൂടല്ലേ നമ്മള്? അങ്ങനെയല്ല, അമ്മ കാണിച്ചു തരാം. അങ്ങനെയല്ല, ഇങ്ങനെ ഇതിങ്ങനെ എടുക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഓരോന്നിന്റെ ഇടയ്ക്കൂടെ കയറ്റിയാ മതി. കണ്ടോ ഇങ്ങനെ ഇങ്ങനെ. ഇത് കാണിച്ച് ഇതും കാണിക്ക്. ഇതുണ്ടോ ഇങ്ങനെ. ഒരുപാടൊന്നും വേണമെന്നില്ലടാ, ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സാറമ്മോളും വെക്ക്. അങ്കിക്ക് ഇത് മാത്രം മതിയോ? അങ്കി ഉണ്ണീശോയെ മാതാവിനെയും വെക്കുന്ന അങ്കി അല്ലേ? ഇതിന്റെ കൂടെ ഒന്നും കൂടുന്നില്ല നീ? അവിടെ അപ്പൂസ് കിടന്ന് കരയുന്നുണ്ട്. അപ്പൂസിനെ കൂട്ടാഞ്ഞിട്ട് പെച്ചേട്ടൻ കാണിച്ചു തരും. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇങ്ങനെയാട്ടോ സാറമ്മോള്. അങ്ങനെയല്ല കുട്ടാ, ഇങ്ങനെ പറിച്ചിട്ട് പെച്ചേട്ടൻ കാണിച്ചു തരും. ഇത് കൊള്ളില്ല, ഈ ഓല കൊള്ളില്ല. ഇത് ഇങ്ങനെ കീറിയതാ. അത് വേണ്ട കേട്ടോ, നമുക്ക് കളയാതെ. ഇതിങ്ങനെ എടാ അങ്ങനെയല്ല, അത് തുറന്നു വെക്കുക. തുറന്നു വെച്ചാലേ അത് ഭംഗിയിൽ കിട്ടുള്ളൂ, ഫുള്ളായിട്ട് കിട്ടുള്ളൂ.
അങ്ങനെയല്ല, അതങ്ങനെയല്ല. ഇത് വെച്ചിരിക്കുന്നുണ്ടോ, ഇതേ രീതിയിൽ വെക്കണം. ഇതും കൂടെ ഇങ്ങനെ വിടർത്തി വെക്ക്. അതെ സാറാമോള് അങ്കില് കാല് മാറ്റിക്കേ. അത് എടുത്തിട്ട് ചെയ്താൽ മതി. അതൊന്ന് എടുക്ക്, പുറത്തെടുക്ക്. ഇതുണ്ട, പുറത്തെടുക്ക്. ഇങ്ങനെ 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 ചെയ്യത് ഇത്. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യുക, ഈ സൈഡ് ഇത് ഇങ്ങനെ തിരിച്ചു വയ്ക്കും ഇതുപോലെ. എന്നാ നിങ്ങളെല്ലാരും കൂടെ അത് ചെയ്തേക്കുവോ? സാറാമോളും പെച്ചേട്ടനും അങ്കിയും കൂടെ ചെയ്യുവോ? ആ അത് ചെയ്ത് കഴിയുവോ? അത് ചെയ്യുവോ? പെച്ചേട്ടനെ സഹായിക്കുവോ? അത് വിടർത്തി വെക്കണേ. അത് ശരിക്കും വീണ്ടും ഇതായാലോടാ. എന്നിട്ട് ബാക്കി നമുക്ക് സൈഡൊക്കെ നമുക്ക് ഇത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കൂടുതലുള്ളതൊക്കെ ഓല വെച്ച് തന്നെ വെട്ടിട്ട് വന്നാലേ. അതിലും ഭംഗി ഇങ്ങനെ വെക്കുന്നാടാ, അതിലും ഭംഗി അങ്ങനെ വെക്കുന്ന. അത് വേണമെങ്കിൽ അമ്മ വന്ന് ചെയ്തു തരാം, അല്ലെങ്കിൽ സമയം എടുത്ത് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ആക്കിയോ നിങ്ങള്? പിള്ളേര് തന്നെ ശരിയാക്കിയതാ കേട്ടോ. ആ ഞാൻ അവനെ ഉറക്കാൻ പോയ സമയത്ത് ബാക്കി നിങ്ങൾ തന്നെ ചെയ്തു അല്ലേ? ആ നോക്കാം. ഇനി ബാക്കി നമുക്ക് ഉണ്ണീഷയൊക്കെ വെക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ. അന്നേരത്തേന് ഇത് വാടിപ്പോകൂടാ. ഇനി അത് ടീപ്പോയി എടുത്തിട്ട് വന്നിട്ട് അത്തേലിടണം. അതൊക്കെ കണ്ടിക്കണം. ഇനി കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ഉണ്ട്, അത് അമ്മ ചെയ്തോളാം കേട്ടോ. മറിക്ക്, കെട്ടൊന്നും വേണ്ട. അയ്യേ കയറൊന്നും വെക്കണ്ട, കൊള്ളില്ല. അത് അമ്മ ചെയ്തോളാം കേട്ടോ. കുറച്ച് അലങ്കോലപ്പണികളുണ്ട്, അതൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി കാണിച്ചു കൊടുക്കും അല്ലേ? ഇപ്പം ആരാ ഉണ്ടാക്കിയത്? ആ മിടുക്കനാട്ടോ. ആ അതെ, ആ അവനാ ചെയ്തത് മുഴുവന്. അവനാ ഓല വെട്ടിക്കൊണ്ടുവന്നു, ഇതിനുള്ളിൽ പറമ്പിൽ നിന്ന് പുല്ല് പറിച്ചിട്ട് വന്നു. അതൊക്കെ ഫെലിക്സാ അല്ലേ? അമ്മയും കൂടെ ഉണ്ടാക്കാനിരുന്നായിരുന്നെങ്കിൽ ഇപ്പം പുൽക്കൂട് ഇത്രയൊന്നും ആവില്ലായിരുന്നു. അപ്പുക്കുട്ടൻ അതിനകത്ത് കയറിയിരിക്കാൻ നോക്കുമായിരുന്നു. ആ അതിനകത്ത് കയറിയവൻ ഇരുന്നു. എന്നിട്ടേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി കുറച്ച് നേരത്തേക്ക് പണി അവസാനിപ്പിക്കാം അല്ലേ? ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം. ചാരമ്മേ, ആ നിനക്ക് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ മതിയല്ലോ അല്ലേ? എന്ത് പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ മിച്ചുള്ള ഓലകൾ മുഴുവൻ എടുത്ത് കളയാം. അപ്പം ഞങ്ങൾ ഇന്നലെ ഓലയൊക്കെ വെച്ച് സെറ്റാക്കിയതായിരുന്നു, പക്ഷെ ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ ഇന്ന് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. ഇത് വെച്ചിരിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ ട്രീ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ പിള്ളേർ ഇതിപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് ശരിയാകുമായിരിക്കും. എന്തായാലും ഞങ്ങൾ പുൽക്കൂട് വെച്ചു അല്ലേ? അങ്കി ഹായ് പറഞ്ഞേ. അങ്കിയുടെ പുൽക്കൂടാണോ? ആ ട്രീ ഇങ്ങനെ റെഡിയാക്കാൻ പറ്റുള്ളൂ. പുല്ല് ഒന്നും വെച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ കരച്ചിൽ കേൾക്കാതിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞെങ്കിൽ എടുത്തു കളയല്ലത് കേട്ടോ. ആ കണ്ടോ, ഇത് ഇപ്പോഴെ തന്നെ ഇത് ശരിയാക്കും ഇവര്. അതവിടെ വെച്ചേ. അപ്പം ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ. ഇത്രയേ ഉള്ളൂ. വളരെ എന്താ പറയുക, ലളിതമായിട്ടുള്ള പുൽക്കൂട്. അങ്കി അതെടുത്ത് കളയല്ലോ കേട്ടോ. ആ ശരി കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.